കൂട്ടുകാരെ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രമ്മിൽ ഞാൻ അമ്പഴം അത് ഇത് നട്ട ഡേറ്റിന് ഇത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു തൈയായിരുന്നു കിട്ടിയിരുന്നത്. അത് നമ്മൾ വെച്ച് നമ്മളല്ലേ ഹോമിയോ ഗുളികയാണ് ഞാൻ ഇതിന് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇതിൽ നമുക്ക് ധാരാളം നിറച്ച് പൂവാകുന്നുണ്ട്. കുറേ ബ്രാഞ്ചസ് ഇതിന് വരുന്നുണ്ട്. ഇതിലെല്ലാം ഇതിനൊക്കെ പൂ വന്നിട്ടുണ്ട്. കുറച്ച് കായുണ്ട്. പിന്നെ ഇതിൽ കായ് വന്നിട്ടുണ്ട്. പിന്നെ കായ് ഇപ്പോൾ ഉണ്ട്. ഇതാ കണ്ട, ഇത് കുറച്ച് വലിപ്പത്തിൽ ആയ കായ. ഇത് ഈ 1-2 കായകളൊക്കെ അടത്തിക്കളഞ്ഞ് ഇല മണ്ട 1-2 വട്ടം കട്ട് ചെയ്ത് വിട്ടിയാനെ. കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ കുറേ ബ്രാഞ്ചുകളിങ്ങനെ ഉണ്ടായത് വേണ്ട. ഈ ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇതിനകത്തെല്ലാം പൂ പിടിച്ച് കായായി. ഇവിടെ എല്ലാം കായ പിടിച്ചിട്ടുണ്ട്. എല്ലാം കായ പിടിച്ചേക്കുക. നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. അതായത് നമുക്ക് ആ ഹോമിയോ ഗുളിക തന്നെയാണ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം തന്നെ നമ്മൾ ഡ്രമ്മിൽ ഇതാ ഈ ഡേറ്റിൽ ഒരു പെപ്പർ കുരുമുളകിൻ്റെ തൈ നമ്മളിങ്ങനെ നട്ടിരുന്നു. അതിൽ നടുന്ന സമയത്ത് ഇങ്ങനെ തളിർപ്പുകളോ കാര്യങ്ങളോ ഒരു തിരി ഉണ്ടായിരുന്നു. ഒരു തിരിയും കായുമായിട്ടായിരുന്നു നമ്മൾ വാങ്ങിയത്. പിന്നീട് അതങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ ഹോമിയോ ഗുളിക അതായത് ഹോമിയോ ഗുളിക കൊടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, ദാ ഒരുപാട്, അതായത് കുറച്ച് ബ്രാഞ്ചസുകൾ വന്ന് എല്ലാത്തിലും ഇങ്ങനെ കുറേയേറെ തിരികളിങ്ങനെ വീഴുന്നുണ്ട്. കേട്ടോ, നല്ല രീതിയിൽ കുറേയേറെ തിരികളിങ്ങനെ വീഴുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 1-2 തൈ വെച്ചാൽ ആവശ്യാനുസരണം നമുക്ക് കുരുമുളക് പറിച്ചെടുക്കാം. പിന്നെ ഡ്രമ്മിൽ നിറയ്ക്കുമ്പോൾ പോട്ടി മിക്സ് നമ്മൾ ചകിരിച്ചോറ്, പിന്നെ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. വേസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ട് കമ്പോസ്റ്റ്, മണ്ണും പിന്നെ പച്ചപ്പുല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഡ്രമ്മിൽ ഇത് നട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മളിതാ ഈ പറയുന്ന ഹോമിയോ ഗുളിക. ഇത് നമ്മുടെ കറുത്തടുത്ത് അഗ്രോ ചാരിറ്റബിൾ സൊസൈറ്റി, ഞാൻ അവിടുത്തെ ബ്രാഞ്ച് മാനേജറാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഇത് ഫീൽഡിൽ എല്ലാ കർഷകർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു റിസൾട്ടായിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാനിത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വെയിറ്റ് ചെയ്തത്. നോക്കിക്കോ, ഇതിൽ നമ്മൾ ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗുളിക എന്ന കണക്കിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ചെടി ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുള്ളത്. നിസ്സാരം, അതായത് ഒരു ബോട്ടിൽ വാങ്ങി നമുക്ക് കുറേയേറെ ഉപയോഗിക്കാൻ കിട്ടും.